ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഷാഹി പനീർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ പനീർ എടുത്തിട്ടുണ്ട്. ഒരു 200 ഗ്രാം വരുന്ന ഒരു പാക്കറ്റാണ് മേടിച്ചേക്കുന്നത്. ഒരു മീഡിയം സൈസ് തക്കാളി, സവോള, 2 വലിയ അല്ലി വെളുത്തുള്ളി, ഒരു ബേ ലീഫ്, പിന്നെ ഒരു കഷ്ണം പട്ട, 2 ഏലക്ക, കുറച്ച് ചെറിയ ജീരകം. അടുത്തതായിട്ട് ഈ ഒരു ഷാഹി പനീർ മസാലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ പൊടി മേടിച്ചുണ്ടാക്കുന്നതാണ് കുറച്ചും കൂടി ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ഒരു ഷാഹി പനീർ മസാല നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അത് മേടിക്കുക. അതൊരു സ്പൂൺ. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പനീർ. ഈ ഒരു പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത് എപ്പോഴും നല്ലതാണ് പനീർ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മെൽറ്റായതിന് ശേഷം നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന പനീർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആക്ച്വലി ഞാൻ മിക്കവരും ഈ ഷാഹി പനീർ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, ഡയറക്റ്റ്ലി ആഡ് ചെയ്യുന്നതാണ് കണ്ടേക്കുന്നത്. പക്ഷേ എനിക്ക് പേഴ്സണലി ഞാൻ 2 ടൈപ്പ് ഉണ്ടാക്കി നോക്കിയിട്ടുള്ളതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടം ഇതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. പനീർ ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഷാഹി പനീർ ഉണ്ടാക്കിയാൽ ഉറപ്പായിട്ടും ഇഷ്ടമാകും. ഇനി നമുക്ക് കുറച്ചുകൂടി ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കാണ് നമ്മൾ മസാലാസൊക്കെ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്യിക്കുക. അധികം മസാലാസിൻ്റെ ഐറ്റംസ് ഒന്നും ഇതിൽ ആവശ്യമില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ ഒരു ഷാഹി പനീർ മസാല മേടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ വേറെ പൗഡേഴ്സൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് ബട്ടർ മെൽറ്റായപ്പോൾ നമ്മൾ ഒരു കഷ്ണം പട്ട, അതുപോലെ ബേ ലീഫ്, പിന്നെ നമ്മുടെ ഏലക്ക, കുറച്ച് ചെറിയ ജീരകം, ഇതൊക്കെ നന്നായിട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് അതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്, ആ ബട്ടറിൽ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നന്നായിട്ട് സോട്ട് ചെയ്യുക. ഇത് കരിഞ്ഞൊന്നും പോകാണ്ട് നോക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാൻ നോക്കുക. ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, 2 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, തക്കാളി ഒക്കെ ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യുക. ഈ വെളുത്തുള്ളി നമ്മൾ അരിയാണ്ടിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് ഓൾറെഡി ഇത് കുക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ ചേർത്തേക്കുന്നത്. എന്നാലും നമ്മൾ സവോളയും തക്കാളിയൊക്കെ ഒരു ചെറിയ പീസാക്കിയിട്ടുണ്ട്, പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഇതുപോലെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സ് ഒരു 10 മിനിറ്റ്സോളം സോക്ക് ചെയ്താൽ മതി. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് കുക്കായൊന്നും കിട്ടണ്ട, ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി. പിന്നെ നമ്മൾ ഷാഹി പനീർ മസാല 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു 1.5 സ്പൂണോ അല്ലെങ്കിൽ 2 സ്പൂണോ വരെ ചേർക്കാം മാക്സിമം. എന്നിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ട് തണുത്തതിന് ശേഷം വേണം മിക്സിയുടെ ജാറിലേക്ക് മാറ്റാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇതുപോലെ പേസ്റ്റായിട്ട് കിട്ടും. എന്നിട്ട് ഇനി നമ്മൾ കുറച്ച് ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബട്ടർ മെൽറ്റാക്കുക. ഇതിലേക്ക് നമുക്ക് 2 രീതിയിൽ മസാലാസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ച് പേസ്റ്റ് നമുക്ക് വേണമെങ്കിൽ അരിച്ച് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം. എനിക്ക് ഡയറക്റ്റായിട്ട് ചേർക്കുന്നതാണ് കുറച്ചുകൂടി ഇഷ്ടം. പേസ്റ്റ് ഭയങ്കര ഒരു ക്രീമി ആവുന്നതിനെക്കാട്ടി എനിക്കിങ്ങനെ ജസ്റ്റ് ഒരു പേസ്റ്റിൽ വന്നാൽ മതി. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് അതിൻ്റെ ഒരു മണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ആ ജാറ് കഴുകിയ വെള്ളം കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കുറുക്ക് രൂപത്തിലാക്കിയെടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സായിട്ട് അതിലേക്ക് പിന്നെ നമ്മൾ ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഫ്രഷ് ക്രീം കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അതിനായിട്ട് ഞാൻ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഇത്രയും മതി. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ ഷാഹി പനീർ മസാലയുടെ ഇട്ട് കൊടുക്കുക. ഈ ഒരു പ്രോസസ്സിൽ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഷാഹി പനീർ മസാല ആഡ് ചെയ്യാണ്ട് ഡയറക്റ്റ്ലി നമുക്ക് അരക്കുന്നതിന് മുമ്പ് 1 സ്പൂണും കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് അങ്ങനെ ആയാലും ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു പനീർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് തന്നെ ഈ പനീർ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് മല്ലിയില അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഷാഹി പനീർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ബൈ.